Good morning, students. Today we will study a new chapter, Dear Ijaya Vele, written by Chimamanda Ngozi Adichie. It's a very difficult name. Chimamanda Ngozi Adichie, a Nigerian writer and feminist, was born in the city of Enugu in Nigeria on 15 September 1977. Chimamanda Ngozi Adichie എന്ന നൈജീരിയൻ റൈറ്റർ, എഴുത്തുകാരി, ഫെമിനിസ്റ്റാണ്. ഫെമിനിസ്റ്റ് നമ്മൾക്കറിയാം, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പോരാടുന്നവർ, അല്ലെ സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്നവർ, മുൻപിട്ടിറങ്ങുന്നവർ. ജനിച്ചത് നൈജീരിയയിലെ എനുഗു എന്നുള്ള ഒരു സ്ഥലത്താണ്. ഷീ ബിക്കെയിം പോപ്പുലർ ആഫ്റ്റർ ഹർ ടെഡ് ടോക്ക്. ടെഡ് ടോക്ക് എന്ന് വെച്ചാൽ ടെക്നോളജി, എൻ്റർടൈൻമെൻറ്റ്, ഡിസൈൻ. വി ഷുഡ് ആൾ ബി ഫെമിനിസ്റ്റ്. നമ്മൾ എല്ലാവരും ഫെമിനിസ്റ്റ് ആയിരിക്കണം. എല്ലാവരും സ്ത്രീകളുടെ പക്ഷത്ത്, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവരായിരിക്കണം. വിച്ച് വാസ് ലേറ്റർ പബ്ലിഷ്ഡ് ഇൻ എ ബുക്ക് ലെങ്ത് എസ്സേ വി ഷുഡ് ആൾ ബി ഫെമിനിസ്റ്റ് ഇൻ 2014. ഷീ ഈസ് നോൺ ഫോർ ഹർ അഡ്വക്കസി ഫോർ ഫെമിനിസം ആസ് വെൽ ആസ് ദ നീഡ് ഫോർ മോർ ആഫ്രിക്കൻ വോയിസസ് ഇൻ ലിറ്ററേച്ചർ. She was described by the Times Literary Supplement as the most prominent of a procession of critically acclaimed young Anglophone authors in succeeding in attracting a new generation of readers to African literature. നമ്മുടെ ചീമമണ്ട എൻഗോസി അഡിച്ചേയി ജനിച്ചത് ആഫ്രിക്കയിലാണ്. പക്ഷേ അവർ പിന്നീടുള്ള പിൽക്കാലത്ത് അവർ അമേരിക്കയിലാണ് സെറ്റായത്. ആ സമയത്ത് ഈ ആഫ്രിക്കൻ ലാംഗ്വേജിൽ അവൾ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിരുന്നു. ഫെമിനിസത്തിൻ്റെ കാര്യത്തിന് അവർ എങ്ങനെയൊക്കെയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നൊക്കെ എല്ലാവർക്കും ഒരു അവയർനെസ് ഉണ്ടാക്കിയിരുന്നു, എല്ലാവരിലും എത്തിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ഹർ ഫാദർ ജെയിംസ് Nwoye Adichie was a professor of statistics at the University of Nigeria. Her mother, Grace Ifeoma, was the first woman registrar of the University of Nigeria. അച്ഛനും അമ്മയും രണ്ടുപേരും യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. She received her secondary education from Nsukka. She studied medicine and pharmacy at the University of Nigeria. In 1997, she left Nigeria for the United States to study communication and political science at Eastern Connecticut State University. അപ്പം ആദ്യത്തെ വിദ്യാഭ്യാസമൊക്കെ നൈജീരിയയിൽ വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ US പോകുന്നു. അപ്പം നമ്മളുടെ ചീമമാൻഡ എൻഗോസി അഡിച്ചേയി 1977 നൈജീരിയയിൽ എനഗു എന്ന നഗരത്തിലാണ് ജനിച്ചത്. ഒരു നൈജീരിയൻ എഴുത്തുകാരിയാണ് അവൾ. നോവലുകൾ എഴുതിയിട്ടുണ്ട്, ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, നോൺ ഫിക്ഷനുകളും എഴുതിയിട്ടുണ്ട്. അവർ വളരെ പ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയാണ്. ആഫ്രിക്കയിലും അമേരിക്കയിലും അവരുടെ കൃതികൾ വായിക്കുന്ന ധാരാളം പേരെ അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേരെ അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അവരുടെ ആർട്ടിക്കിൾസ്. പുതിയ തലമുറയിലുള്ളവരാണ് അവരെ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. പിന്നെ അവരുടെ പിതാവ് ഒരു പ്രൊഫസറായിരുന്നു, അമ്മ യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാറുമായിരുന്നു. ദിസ് ചാപ്റ്റർ ഈസ് ആൻ എക്സർപ്റ്റ് ഫ്രം ഡിയർ ഇജയ വെലെ ഓർ എ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ ഇൻ 15 സജഷൻസ് ആൻഡ് എപ്പിസ്റ്റോളറി മാനിഫെസ്റ്റോ. എപ്പിസ്റ്റോളറി മാനിഫെസ്റ്റോ എന്ന് വെച്ചാൽ ഒരു കത്തിൻ്റെ രൂപത്തിലുള്ള ഒരു പ്രകടന പത്രിക. നമ്മൾ മാനിഫെസ്റ്റോയെ പറ്റി നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു കത്തിൻ്റെ രൂപത്തിൽ ഒരു കത്താണിത്. എപ്പോഴും കത്തിൻ്റെ നമ്മൾ എഴുതുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എങ്ങനെ, ഡിയർ. ഇവിടെ ഡിയർ ഇജയ വാലെ ഒരു ഇൻട്രൊഡക്ഷനാണ്.
15ഓളം സജഷൻസ് എന്ന് വെച്ചാൽ ഓരോ തീരുമാനങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടു അഡിച്ചേയിസ് ഫ്രണ്ട് ഇജേവെലെ ഓൺ ഹൗ ടു റേസ് ഹർ ന്യൂ ബോൺ ഡോട്ടർ ചിസാലും അഡോറ ആസ് എ ഫെമിനിസ്റ്റ്. ഇതൊരു കത്താണ്, ഒരു ഫ്രണ്ടിന് എഴുതുന്ന ഒരു കത്താണ്. അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ചിമമണ്ട എൻഗോസി അഡേച്ചി ഒരു സുഹൃത്തിന് അയക്കുന്ന കത്താണ്. ആ കത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഫ്രണ്ടിൻ്റെ മോളെ ന്യൂ ബോൺ ഡോട്ടർ, ഇപ്പോൾ ജനിച്ചു വന്ന കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്, അവളെ എങ്ങനെയാണ് ഒരു ഫെമിനിസ്റ്റായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. The book rejects the traditional gender roles and expectations and echoes the gender and sexual politics of our times. The purpose of the manifesto is to negate this gender inequality by raising girls to reject traditional gender roles and expectations. As Adichey characterizes it, gender roles are like a straitjacket designed to restrict women's freedom and limit their potential. She advises parents to equally share childcare and domestic responsibilities. Women should not abandon their passion and interest in the name of motherhood. ഇവിടെ എങ്ങനെയാണ് പെൺകുട്ടികളോട് പെരുമാറേണ്ടത്, പെൺകുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത്, അങ്ങനെയൊക്കെയുള്ളൊരു സജഷനാണ് ചിമമണ്ട എൻഗോസി അഡിച്ചേയി സുഹൃത്തിന് അയക്കുന്ന കത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ എൻഗോസിയുടെ പുസ്തകമായ ഡിയർ ഇജേവാലെ ഓർ എ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ ഇൻ 15 സജഷൻസ്, അതിലെന്താണ് പറയുന്നത്? ഒരു പെൺകുട്ടിയെ എങ്ങനെ ഒരു ഫെമിനിസ്റ്റായി വളർത്തിയെടുക്കാം എന്നതാണ്. എൻഗോസി ഈ എഴുത്ത് അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്കാണ് എഴുതുന്നത്. കൂട്ടുകാരിയുടെ മകളുടെ പേരാണ് ചിസാലു അഡോറ. ബുക്ക് തുടങ്ങുന്നതിൽ എങ്ങനെയാണ് എൻഗോസിക്ക് അവരുടെ കൂട്ടുകാരിയിൽ നിന്നും എഴുത്ത് കിട്ടിയ കാര്യവും ആ എഴുത്തിൻ്റെ ഉള്ളടക്കം വിശദീകരിച്ചുമാണ്. കൂട്ടുകാരിക്ക് അറിയണമായിരുന്നു എങ്ങനെയാണ് എൻ്റെ കുട്ടിയെ ഒരു ഫെമിനിസ്റ്റായി വളർത്തിക്കൊണ്ട് വരേണ്ടതെന്ന്. ആരും എൻഗോസിക്ക് തോന്നിയത്, ആദ്യം അവൾക്ക് അങ്ങനെയാണ് തോന്നിയത്, അതേപ്പറ്റി ആർക്കും തന്നെ ഒരു പിടിപാടില്ല, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വ്യക്തതയില്ല. ഒരു ഫെമിനിസ്റ്റായി വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒരു വ്യക്തതയില്ല. അവർ ഫെമിനിസത്തെ പറ്റി പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ എന്നാലും എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിന് ഓരോ പോയിൻറ്റ്സ്, ഇതിനൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരു ഫെമിനിസ്റ്റായി വളർത്തിക്കൊണ്ട് കുട്ടീനെ വളർത്തിക്കൊണ്ട് വരേണ്ടത്, ഇതെന്തിനാണ് കാരണം എന്തെന്ന് വെച്ചാൽ അന്ന് ആഫ്രിക്കയിൽ ലേഡീസിന്, സ്ത്രീകൾക്ക് അവരുടെ ചുമതല വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, കുട്ടികളെ നോക്കുക, അങ്ങനെയൊക്കെയുള്ള മാത്രം ഉത്തരവാദിത്തം. അവരുടെ സ്വന്തമായിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങൾ അല്ലെ അവരുടെ കഴിവുകൾ അതൊന്നും പ്രകടിപ്പിക്കാനോ അതിനെപ്പറ്റി പഠിക്കാനോ ഒന്നും അവരെ സമ്മതിച്ചിരുന്നില്ല. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടണം. അപ്പോൾ ഇനി പുതിയ തലമുറയ്ക്ക്, അതാണ് ഈ ജനിച്ച മോള്, ഇപ്പോൾ ജനിച്ച കുട്ടി, ആ കുട്ടിയെ ചെറിയ പ്രായത്തിൽ തൊട്ട് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടത് എന്നാണ് സുഹൃത്തിന് അറിയേണ്ടത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിശദീകരണമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഡിയർ ഇജേവെലെ, വാട്ട് ജോയ് ആൻഡ് വാട്ട് ലവ്ലി നെയിംസ്. ചിസാലും അഡോറ, ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ. Only a week old and she already looks curious about the world. What a magnificent thing you have done, bringing a human being into the world. Congratulations. Feel too slight. ഇപ്പോൾ കുട്ടിയുണ്ടായി, സുഹൃത്തിന് കുട്ടിയുണ്ടായി എന്നുള്ള സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷം ഒരാഴ്ചയായിട്ടുള്ളൂ കുട്ടി. ആ കുട്ടി ഇപ്പോൾ ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ വന്നു, ഒരു പുതിയ ഒരു സംഭവം ഉണ്ടായത്. അപ്പം അതിന് ആദ്യം കൺഗ്രാജുലേഷൻ, അഭിനന്ദനം പറയുന്നു. യു ആർ നോട്ട് മെയ്ഡ് മീ ക്രൈ. യു നോ ഹൗ ഐ ഗെറ്റ് ഫൂളിഷ്ലി ഇമോഷണൽ സംടൈംസ്. ചിലപ്പോഴൊക്കെ ഞാൻ വളരെ ഇമോഷണലാവും, വളരെ വികാരഭരിതയാവും. പ്ലീസ് നോ ദാറ്റ് ഐ ടേക്ക് യുവർ ചാർജ് ഹൗ ടു റേസ് ഹർ ഫെമിനിസ്റ്റ് വെരി സീരിയസ്ലി.
And I understand what you mean by not always knowing what the feminist response to situations should be. ചിലപ്പോൾ ഞാൻ തന്നെ കൺഫ്യൂസ് ആവും, എന്താണ് ഫെമിനിസത്തിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം, എങ്ങനെയൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ, അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഫോർ മീ ഫെമിനിസം ഈസ് ആൾവേസ് കോണ്ടെക്സ്റ്റുവൽ. ഐ ഡോണ്ട് ഹാവ് എ സെറ്റ് ഇൻ സ്റ്റോൺ റൂൾ. The closest I have to a formula are my two feminist tools and I want to share them with you as a starting point. എന്താണ് അടിസ്ഥാനമെന്ന് എനിക്ക് ശരിക്കും അറിയില്ല, എന്നാലും 1-2 കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ നിനക്ക് ഷെയർ ചെയ്യാം. The first is your premise, the solid unbending belief that you start off with. What's your premise? Your feminist premise should be I matter equally, not if only, not as long as I matter equally, full stop. The second tool is a question, can you reverse X and get the same result? അപ്പം നമ്മളുടെ ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത്, ഒരു സുഹൃത്തിന് ഒരു കുട്ടി ഉണ്ടാവുന്നു, ആ കുട്ടിയെ എങ്ങനെയാണ് ഒരു ഫെമിനിസ്റ്റായിട്ട് വളർത്തിക്കൊണ്ടുവരേണ്ടത്, അപ്പം അതിന് എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡം. അപ്പോൾ അവൾ കത്തിൽ പറയാണ്, ഇജേവലയോട് പറയാണ്, നിൻ്റെ കുട്ടിയുടെ പേര് അറിഞ്ഞു, കുട്ടി ഉണ്ടായി എന്നറിഞ്ഞു, വളരെ സന്തോഷം, ഈ ലോകത്ത് ഒരു പുതിയ അനുഭവം ആ കുട്ടിക്ക് ഉണ്ടാവാൻ പോവുകയാണ്. ആദ്യം കത്ത് വായിച്ചപ്പോൾ എനിക്ക് കരച്ചിൽ തോന്നി, ഞാൻ കുറച്ച് വികാരഭരിതയാകുന്ന ഒരു സ്വഭാവമാണ് എനിക്ക്. അപ്പോൾ കുഞ്ഞിനെ എങ്ങനെയാണ് ഒരു ഫെമിനിസ്റ്റായി വളർത്തേണ്ടത് എന്ന് നീ ചോദിച്ചു. പക്ഷെ ചില സന്ദർഭങ്ങളിൽ, ചില സമയത്ത് എനിക്ക് തന്നെ അതിനൊരു ക്ലിയറായിട്ടുള്ള ഒരു ഉത്തരം കിട്ടാറില്ല. പക്ഷെ എന്നാലും 1-2 കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ആദ്യത്തെ ടൂള് ഐ മാറ്റർ ഈക്വലി എന്ന നിങ്ങളുടെ തന്നെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനത്തിന് യാതൊരു വ്യവസ്ഥയും പാടില്ല. രണ്ടാമത്തെ ടൂൾ ഒരു ചോദ്യമാണ്, എക്സ് എന്ന് തിരിച്ചിട്ടാൽ അതേ ഫലം തന്നെ കിട്ടുമോ. അപ്പോൾ രണ്ട് റൂളാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മെനി പീപ്പിൾ ബിലീവ് ദാറ്റ് എ വുമൺസ് ഫെമിനിസ്റ്റ് റെസ്പോൺസ് ടു എ ഹസ്ബൻഡ്സ് ഇൻഫിഡലിറ്റി ഷുഡ് ബി ടു ലീവ്. ബട്ട് ഐ തിങ്ക് സ്റ്റേയിങ് ക്യാൻ ആൾസോ ബി എ ഫെമിനിസ്റ്റ് ചോയ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. If Judy sleeps with another woman and you forgive him, would the same be true if you slept with another man? If the answer is yes, then your choosing to forgive him can be a feminist choice because it is not shaped by a gender inequality. Sadly, the reality in most marriages is that the answer to that question would often be no, and the reason would be gender based. That absurd idea of men will be men, which means having a much lower standard for men. ഇപ്പം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ റൂളാണോ? സ്ത്രീകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർ അത് ക്ഷമിക്കുമോ? അതേപോലെ പുരുഷന്മാർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, സ്ത്രീകൾ അത് ക്ഷമിക്കുമോ? അപ്പം അവിടെയാണ് ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുരുഷന്മാർ ക്ഷമിച്ചെന്ന് പറഞ്ഞില്ല, പക്ഷേ പുരുഷന്മാർ ചെയ്യുന്നത് തെറ്റുകൾ സ്ത്രീകൾ ക്ഷമിക്കാറുണ്ട്. I have some suggestions for how to raise Chisalum, but remember that you might do all the things I suggest and she will still turn out to be different from what you hope, because sometimes life just does its thing. നമ്മൾക്ക് ഓരോരുത്തരെയും അഡ്വൈസ് ചെയ്യാം, ഉപദേശിക്കാം, ഞാൻ വേണേൽ ഉപദേശം കുറച്ച് തരാം. പക്ഷേ എന്നാലും ചിലപ്പോഴൊക്കെ ലൈഫിൽ എങ്ങനെ ഉണ്ടാവുക, ജീവിതം അതിൻ്റേതായ വഴിക്കാണ് പോവുകയാണ്, നമ്മൾ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കില്ല പോവുക. ആൻഡ് ആൾവേസ് ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്ക്റ്റ് അബവ് ഓൾ എൽസ് ബിക്കോസ് യു വിൽ ബി ഗൈഡഡ് ബൈ യുവർ ലവ് ഫോർ യുവർ ചൈൽഡ്. ഹിയർ ആർ സം സജഷൻസ്. കുറച്ച് തീരുമാനങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ കുട്ടിയെ നമ്മൾ സ്നേഹിക്കുക, അതുപോലെ കുറച്ചൊക്കെ അവരുടെ ലൈഫ് അത് അവർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവർ അനുഭവിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്. നമുക്ക് ലെസൺ കണ്ടിന്യൂ ചെയ്യാം.